ഹലോ ഗൈസ്, ഇനി മുതൽ സാർ എന്നും മാഡം എന്നും വിളിക്കേണ്ട ആവശ്യമില്ല. പേര് നേരിട്ട് വിളിക്കാം. 4 വയസ്സായ കുട്ടിക്ക് 40 വയസ്സായ അച്ഛനെ മിസ്റ്റർ തോമസ് എന്ന് വിളിക്കാം. അമേരിക്കൻ പ്രസിഡൻറ്റിനെ മിസ്റ്റർ ബൈഡൻ എന്നും വിളിക്കാം. പുതിയ ചേഞ്ചസാണ് ഇംഗ്ലീഷ് ഭാഷയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത പത്രത്തിൽ വന്നു എന്നാണ് ഒരു മെമ്പർ പറഞ്ഞത്. ഏതായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ച നടക്കുകയാണ്. സാർ എന്നും മാഡം എന്നും വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടെന്നും ഇല്ല എന്നും പലരും പറയുന്നു. നിങ്ങൾക്ക് ഈ ചർച്ച കേട്ട് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. Okay, dear friends, now we can talk in Malayalam. Till this time we were talking in English, so we can have 5 or 10 minutes, and we can talk in Malayalam. I invite you all people. You can share your opinion, and you can share your suggestions for improvement also. Okay, നമുക്ക് കുറച്ച് നേരം മലയാളത്തിൽ സംസാരിച്ചേക്കാം. അതൊരു എന്താ പറയുന്നത്, കംഫർട്ട് സോണാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ അല്ല, നമുക്ക് കുറച്ച് എന്താ പറയുക, സ്ട്രെസ് ഉണ്ടാവും. അതുകൊണ്ട് അധികം നേരം ഇംഗ്ലീഷ് സംസാരിച്ചാൽ മടുപ്പ് വരും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് മലയാളം സംസാരിച്ചാൽ നന്നായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയണം. അതിനു മുൻപ് ഈ സാർ എന്നും മാഡം എന്നും വിളിക്കുന്നതിനെക്കുറിച്ച് ഒരു ചെറിയ ചർച്ച ആവാം. ഓരോരുത്തർക്കും പറയാനുള്ള അഭിപ്രായങ്ങൾ പറയാം. എൻ്റെ അറിവിൽ കുറച്ച് അഡ്വാൻസ്ഡ് കൺട്രീസിലും അഡ്വാൻസ്ഡ് മോഡേൺ ആയിട്ടുള്ള ആളുകളുടെ ഇടയിലും സാർ എന്നും മാഡം എന്നുള്ള വിളി ഇപ്പോൾ ഇല്ല. അവർ ഡയറക്റ്റായിട്ട് പേരാണ് വിളിക്കുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോഴും ആ ലെവലിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇതാണ് എൻ്റെ ഒരു ഇൻഫർമേഷൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എല്ലാവർക്കും പറയാം. എന്റെ ഹസ്ബൻഡ് ബാംഗ്ലൂർ വർക്ക് ചെയ്തിരുന്നു. അവിടെ ഒരു ഓട്ടോമൊബൈൽ ഷോറൂമിലായിരുന്നു. അപ്പോൾ അവിടുത്തെ MD-യുടെ മകൻ ഇംഗ്ലണ്ടിൽ പഠിച്ചിട്ട് വന്നപ്പോൾ അവിടെയുള്ള എല്ലാ എൽഡേഴ്സിനെയും പേര് ആയിട്ടാണ് വിളിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് ലണ്ടനിൽ നടക്കും മാഡം. നമ്മുടെ നാട്ടിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് ബാംഗ്ലൂരിൽ ആ കുട്ടി അങ്ങനെയാണ് വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞു എല്ലാരെയും. ബാംഗ്ലൂരിലും ഇതേപോലെ ലണ്ടനിൽ പഠിച്ചു വന്ന കുട്ടികൾ ബാംഗ്ലൂരിലായാലും എറണാകുളത്തായാലും വന്നിട്ട് ആ കുട്ടിക്ക് പ്രായം കുറവാണെങ്കിലും പ്രായം കൂടിയ ആൾക്കാരെ നേരിട്ട് പേര് വിളിക്കും. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ 60 വയസ്സായപ്പോഴാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോയത്. എറണാകുളത്ത് കലൂരിൽ ഒലീവിയ എന്ന പേരുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ ചേർന്നത്. അന്ന് അവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നത് ദുബായിൽ ജനിച്ച് വളർന്ന് ഫുൾ ടൈം ഇംഗ്ലീഷ് സംസാരിച്ച് നല്ല ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ടുള്ള മിസ്റ്റർ അനുരൂപാണ്. അനുരൂപ് ഇപ്പോൾ നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും ഉണ്ട്. നല്ല ഹൈ സ്പീഡ് ഇംഗ്ലീഷാണ് അയാൾ സംസാരിക്കുന്നത്. ഈ അനുരൂപിനെ അന്ന് ഇപ്പോൾ 6 കൊല്ലം മുൻപാണ് സംഭവം. ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ 6 കൊല്ലമായി. റിട്ടയർ ചെയ്ത സമയത്ത് എനിക്ക് 60 വയസ്സുണ്ടായിരുന്നു. എൻ്റെ മാസ്റ്റർ, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറ് അനുരൂപ്, അദ്ദേഹത്തിന് വെറും 20 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അയാൾ ഹൈലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ആ അനുരൂപ് എന്നെ വിളിച്ചിരുന്നത് ജോസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ജോസ്, പ്ലീസ് ആൻസർ ടു മൈ ക്വസ്റ്റ്യൻ, അങ്ങനെയൊക്കെ അയാൾ പറയും. അപ്പം എനിക്കൊരു ചെറിയ അതിശയം തോന്നിയിരുന്നു. ഈ 20 വയസ്സായ പയ്യൻ 60 വയസ്സായ എന്നെ ജോസ് എന്ന് വിളിക്കുന്നത്. എറണാകുളത്ത് വേറെ ആരും എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല ജോസ് എന്ന്. പക്ഷേ ഈ ഒരു അതിശയം അനുരൂപിന് തോന്നിയിട്ടില്ല. ഇപ്പോഴും അനുരൂപ് എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ ജോസ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ അത് ഈ മോഡേൺ ട്രെൻഡ് ആയതുകൊണ്ട് എനിക്കൊരു വിഷമവുമില്ല അതിൽ. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. സാർ, ഞാൻ US ഇവിടെ ആരും സാറിനോ അങ്ങനെയൊന്നും വിളിക്കില്ല. എല്ലാവരും പേര് മാത്രമേ വിളിക്കുള്ളൂ. പക്ഷെ ഇവിടെ അത് യൂസ്ഡാണ്. പക്ഷെ ഈ കേരളത്തിൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ഞങ്ങൾ സ്റ്റുഡൻ്റ് ആണ്. സാറ് ഞങ്ങളെ പേര് മാത്രം വിളിക്കുന്നതാണ് കേൾക്കാനും നല്ലത്. ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. അത് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ തന്നെ ഒരു ഹൈ സൊസൈറ്റിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നടക്കുന്ന ചില വിദ്യാഭ്യാസമുള്ള ലേഡീസിനെ നമ്മൾ മാഡം എന്ന് വിളിച്ചില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാറില്ല. ഫോർ എക്സാമ്പിൾ, ഈ ചില ബാങ്കിലൊക്കെ ചെന്ന മാനേജർമാരായിട്ടിരിക്കും ലേഡീസ്. നമ്മുടെ മോളുടെ പ്രായം ഉണ്ടാവുള്ളൂ. അവരെയൊക്കെ കയറി പേര് വിളിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. എൻ്റെ മോളുടെ പ്രായമുള്ള ബാങ്ക് മാനേജേഴ്സിനെയും ഞാൻ പോയിട്ട് മാഡം എന്ന് വിളിച്ചാലാണ് അവർക്ക് ഇഷ്ടം. അങ്ങനെ ഒരു വ്യത്യാസം നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആളും തരവും നോക്കി വേണം സംസാരിക്കാൻ. Yeah.
പക്ഷെ പേര് വിളിച്ചാൽ മതി. പറയുമ്പോ ഞങ്ങൾക്ക് അതൊരു ഇഷ്ടമില്ല കേൾക്കാൻ. അത് ശരിയാണ്, ഞങ്ങള് സാർ അത് ശരിയാണ്, വിളിക്കുമ്പോ അത് ശരിയാണ്. നിങ്ങളെ ഞാൻ പേരേ വിളിക്കുള്ളൂ. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാലം എങ്ങനെയാലും പ്രായം കുറവായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് പേര് വിളിക്കാം, പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ. 2-3 പേര് ഒരുമിച്ച് പറയല്ലേ. സർ, മുംബൈയില് നമ്മൾ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാല് പ്രായ വ്യത്യാസമില്ലാതെ അവിടെ ഇരിക്കുന്ന മാനേജർ അല്ലെങ്കിൽ ക്യാഷ്യർ, ആ പോസ്റ്റിലിരിക്കുന്നവര് നമ്മളെ സർ അല്ലെങ്കിൽ മാഡം അല്ലെങ്കിൽ മാം എന്ത് വേണം അങ്ങനെ ചോദിക്കുള്ളൂ. പിന്നെ നമ്മൾ പള്ളികളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത്തിരി പ്രായമുള്ളവരെ നമ്മളെല്ലാവരും വിളിക്കുന്നത് ആന്റി അങ്കിൾ എന്നാണ്. അപ്പൊ അതാണ് ജെൻസി, ഞാൻ അതാണ് പറഞ്ഞത്. നേരത്തെ മലയാളത്തിൽ ഞാനൊരു വാചകം പറഞ്ഞല്ലോ, ആളും തരവും നോക്കി വേണം ഇത് പ്രയോഗിക്കാൻ എന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വിഷയം അവതരിപ്പിച്ചത് ശ്രീമതി മാഡമാണ്. മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഞാനൊന്ന് വായിച്ചതാണ്, പക്ഷേ എന്റെ അഭിപ്രായത്തില് ബഹുമാനിക്കുന്ന രീതിക്ക് കുഴപ്പമില്ല. ഞങ്ങള് പ്രായം കൂടിയാലും കുറഞ്ഞായാലും മാഡം വിളിക്കാലോ. എങ്ങനെയാ ഇപ്പം എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളെ എനിക്ക് ചേട്ടനെ വിളിക്കാൻ പറ്റില്ല. അപ്പൊ സാറിന് വിളിക്കുമ്പോ അതൊരു സുഖമുണ്ട് സാർ. അതാണ് എനിക്ക് സാറിന് മാഡം വിളിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. അതാണ് നല്ലത്. ഇപ്പൊ സനം നൗഫലിന്റെ ക്ലാസ്സില് ലിൻഡു മാം എന്നെയൊക്കെ എനിക്ക് 66 വയസ്സ്, ആ സമയം 66 വയസ്സുണ്ട് സാർ. പിന്നെ എന്നെ വിളിച്ചത് ശ്രീമതിനെ വിളിക്കാറ്. അവര് പറഞ്ഞ അവർക്ക് ക്ലാസ്സിൽ ഉള്ള ഇൻഫർമേഷൻ ആണത്. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. എപ്പം പിന്നെ ടീച്ച് ചെയ്യുന്നവര് പേര് വിളിക്കുന്നതാണ് നല്ലത് എന്ന് എന്റെ അഭിപ്രായം. അത് ശരിയാണ് മാഡം, നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നമുക്ക് ചില ആൾക്കാരെ മാഡം എന്ന് വിളിക്കുമ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറയാറുണ്ട്, അത് സാർ പേര് വിളിച്ചാൽ മതി എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ അവരെ പേര് വിളിക്കാൻ തുടങ്ങും. അതുവരെ അവരുടെ ഏജും അവരുടെ പൊസിഷനും അറിയാത്തതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ മാഡം എന്ന് വിളിച്ചു തുടങ്ങാറുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ ചർച്ചയിൽ നമ്മുടെ ഉഷ മാഡം ഒന്നും പറഞ്ഞിട്ടില്ല. ഉഷ മാഡം എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എല്ലാവരും പങ്കെടുക്കണം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഉഷ മാഡം 2 വാക്ക് പറഞ്ഞു. താങ്ക് യു ഫോർ ഓപ്പർച്യൂണിറ്റി. ഞാൻ സാറിന്റെ വാക്കിനോട് യോജിക്കുന്നു എല്ലാ തരത്തിലും. കാരണം സാറ് 10 വാക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആളും തരവും നോക്കി വേണം സംസാരിക്കാനെന്ന്. കേരളത്തിൽ കൂടുതൽ ആൾക്കാരെ റെസ്പെക്ട് വേണമെന്ന് കേരളീസ് ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അവരുടെ ഇടയിൽ ഇപ്പം ബാങ്കില് ഹൈ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ആവുമ്പോൾ നമ്മൾ അവരെ കണ്ടുമുട്ടേണ്ട ഇട വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഏതർ മീറ്റിംഗ്സിലൊക്കെ അവരെ സാർ മാഡം നമ്മള് സംബോധന ചെയ്യാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് സാറിന്റെ ഞാൻ പോകുന്നു, ആളും തരവും നോക്കിയിട്ട്. നല്ല ഫൈനലായിട്ടുള്ളൊരു കൺക്ലൂഷനാണ് ഉഷ മാഡം പറഞ്ഞത്. നമുക്ക് ആളും തരവും നോക്കി മാഡമെന്നോ സാറെന്നോ എന്തെങ്കിലും വേണമെങ്കിൽ വിളിക്കാം. നമുക്ക് ഈ ചർച്ച നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമ്മൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. ഒരു 5 മിനിറ്റ് മലയാളം സംസാരിക്കാൻ ഒരു അവസരം തന്നു എന്ന് മാത്രം. ഇനി ഒരു ടേണിൽ എല്ലാവരും 2-3 സെൻറ്റൻസിൽ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയണം. ദാറ്റ് യു ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അഗെയിൻ വി ഹാവ് ടു പ്രാക്ടീസ് ഇംഗ്ലീഷ്. സോ ഐ റിക്വസ്റ്റ് ഓൾ members to tell 1 or 2 sentences about today's program. I will give the order. In this order you have to talk. First Usha, then Tangam, then Vanaja, then Jemsi, finally Srimati. In this order, please give 1 or 2 sentences. Ask your suggestions and comments about today's program. Come on. Usha madam, come on. Mic open cheyidolu. Okay sir, thank you. I like a very useful class today. Type of varieties subject talk with today in the class, and Malayalam and English also. I like very well. Not get more sir. Useful. I like. Thank you Usha madam for giving feedback. Next Tangam madam. Okay please, sir, thank please come on Tangam madam. Okay sir, I think useful class, and then we can understand our mistake and
and get the question and then that's very good. I think very useful, and we talk Malayalam. Then the time we understand the ആളറിഞ്ഞ് ആളും തരവും നോക്കി സംസാരിക്കണം. ആളും തരവും നോക്കി സംസാരിക്കാൻ പഠിച്ചു. That's very good. Okay, very good class. Thank you, Tangam madam. Your name is Tangam, and I say thank you to you. Thank you. Okay. Next is Vanaja. Hello Vanaja, come on. You tell your opinion because this is your first class, so you can share your opinion. Come on. Please open your mic. Vanaja madam. First of all members in this group gave me a warm welcome. I was very thankful for that. And then you are present in this. You are present in this platform is very blessing to all of us, and we are the blessed people. I think in all other compared to all other spoken English platform. Because if you are there, then we will have more confidence and to speak in English. Then you are there to correct us. We are the blessed people. More than this, I don't want to say anything. Thank you, Anuja. Next, Jemsi, come on, please open your mic and share your views. First of all, I say thanks, Josmohan sir, because today your presence is very useful because you are a very busy man. But you find the time and come to our group. Thank you so much, sir. And today we have to learn more English and also correct it and find out our mistakes and it is do in our future. Thank you so much. Okay, thank you, Jemsi, for giving the feedback. Okay, next, last is Srimadi or Srimadi madam. Please open your mic and share your comments. Yes, sir. Today's class is very interested. When Josmohan sir joined this group, that time very interested this class. We can make very mistake, and you give good information. Thank you, sir. I can. Okay, very good, Srimadi madam. Thank you. All members, I thank you very much for giving feedback, and it is time to conclude this session today.